പൊതുവേ നമ്മളെ പുതിയ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, കല്യാണം കഴിക്കാൻ മടി കാണിക്കുന്നവരാണ്. ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ മടി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത്? ഏറ്റവും സൗന്ദര്യമുള്ള ദാമ്പത്യ ജീവിതം വാപ്പാൻ്റെ അടുത്തുനിന്നും ഉമ്മാൻ്റെ അടുത്തുനിന്നും കണ്ടുപഠിക്കുന്ന മക്കൾക്ക് വിവാഹം ഏറ്റവും രസകരമായ ഒരു ആനന്ദപൂർണമായ ജീവിതമാണെന്ന് ബോധ്യപ്പെടും. ചുടുവെള്ളത്തിന് ചൂട് കുറഞ്ഞാൽ ഉമ്മാനോട് ചൂടാകുന്ന ഒരു വാപ്പ, നമുക്ക് വീട്ടിലേക്ക് ഒരാഴ്ച പോയി നിന്നാലോ എന്ന സ്വന്തം വീട്ടിലേക്ക് നിൽക്കാനുള്ള പൂതി കൊണ്ട് ആഗ്രഹം പറഞ്ഞ ജ്യേഷ്ഠത്തിയോട് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അതിക്രൂരമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ കെട്ടുന്നില്ല എന്നല്ലാണ്ട് വേറെന്താ പെൺകുട്ടികൾ പറയല്? അതിനാദ്യം നമ്മുടെ വീട്ടിൽ ഇതാ ഇസ്ലാം ഇതാ മോളെ, ഉപ്പാൻ്റെ ജീവിതം കണ്ടു പഠിച്ചോളി എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. സ്വഹാബത്തിനോട് തങ്ങൾ പറയാ, ഞാൻ നിസ്കരിച്ച പോലെ, ഞാൻ വുളു എടുത്ത പോലെ, ഞാൻ എങ്ങനെയാണോ ഖുത്ബ ഓതിയത്, ഭാഷ ഏതാണ് ഉപയോഗിച്ചത് അതുപോലെ. അങ്ങനെ അബൂ യസീദ് ബിസ്താമി റഹിമഹുല്ലാ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ തഹജ്ജുദ് ആരംഭിച്ചത് ഉപ്പ പാതിരാക്ക് എണീറ്റ് നിസ്കരിക്കുന്ന കണ്ടിട്ടാണ്. സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു രാത്രികാലത്ത് ഇബാദത്ത് ആരംഭിച്ചത് അമ്മാവൻ്റെ ഇബാദത്ത് കണ്ടിട്ടാണ്. അതാണ്. അങ്ങനെ നമുക്ക് മാതൃക ജീവിതം നയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുടുംബ കലഹങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉമ്മ ഉപ്പാക്ക് ഖിദ്മത്ത് എടുത്തു കൊടുക്കുന്ന കാണുകയാണ്. എപ്പോ ഉപ്പ ടൗണിൽ നിന്നോ പള്ളിയിൽ നിന്നോ തളർന്ന് അവശനായി വരികയാണ്. ഉപ്പ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒന്ന് ചുമച്ചു. ഉപ്പ ടയേർഡാണെന്ന് ഉമ്മാക്ക് ബോധ്യപ്പെട്ടപ്പോൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരം തൽക്കാലം ളുഹറിന് ശേഷമുള്ളത് ഹോൾഡ് ചെയ്തിട്ട് കഞ്ഞിവെള്ളവും ചുടുവെള്ളവും എടുക്കാൻ വേണ്ടി പോകുന്നത് ഉമ്മാനെ കാണുകയാണ്. ആര്? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന 21-ാം തീയതി കല്യാണം നടക്കാനിരിക്കുന്ന മോള്. ആ മോൾക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് എന്താണ് എന്നുള്ളത് ഇനി പ്രത്യേകിച്ച് ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമോ, ഒരു പ്രീമിലിറ്ററി കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമോ, സൂമിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമോ ഇല്ല. ഉമ്മാക്ക് തലവേദന വന്നപ്പോൾ ഭർത്താവായ ഉപ്പാനോട് പറയുന്നത് ഈ മോളെന്നെ അല്ലെങ്കിൽ ഈ മോനെന്നെ കേൾക്കുകയാണ്. ഭയങ്കര തലവേദന, എന്താണെന്നറിയില്ല, രാവിലെ മുതൽ തുടങ്ങിയതാണ്. അപ്പം ചില ഭർത്താക്കന്മാർ പറയും, അനക്കുണ്ട് ഇന്നലെ മുതലേ തലവേദന, രണ്ടളി തലവേദന മാറും. ഇത് കിട്ടാനാണോ ഈ ഭാര്യ അങ്ങനെ പറഞ്ഞേക്കണത്? അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ വളരെ സൈദ്ധാന്തികമായിട്ടാണ് മറുപടി പറയല്. എങ്ങനെ? തലവേദന, പിന്നെ ടൈഗർ ബാം ഇൻകന്തിനെ വാങ്ങിത്തത് തേക്ക് വാങ്ങിയ ഏതെങ്കിലും ഗുളികയോ മരുന്നോ തേക്കാറുണ്ടോ, കഴിക്കാറുണ്ടോ? പിന്നെ ആ പെണ്ണ് പറയും, നമുക്ക് തലവേദന ഒന്നുമില്ല, സോറി സാർ. അതേ സമയത്ത് ആ ഭർത്താവ്, എന്താ മോളെ ചിലപ്പോൾ മുത്തേ, അത് നിങ്ങളിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം, തക്കാളിപ്പെട്ടിന്നാണ് വിളിക്കുന്നെങ്കിൽ അങ്ങനെ വിളിക്കാം, അത് ആസിയിലേക്ക് നിങ്ങളിഷ്ടമാണ്, ആ വിഷയത്തിൽ ഞാൻ കയറി ഇടപെടേണ്ട കേസല്ല. എന്താ മോളെ, എന്താ മുത്തേ, എന്ത് തലവേദന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്ന് ഈ ഭർത്താവിൻ്റെ ആ തണുത്തൊരു കൈ ഒന്ന് ചേർത്ത് വെച്ചാൽ തന്നെ റാഹത്തില്ലേ. ഞാൻ എന്നെ പിടിക്കണം എന്ന് പറയലോടുകൂടി ആ പെണ്ണിൻ്റെ തലവേദന പോകും. ഇത് കാണുന്ന ഒരു ചെറുക്കൻ, ഓൻ്റെ കല്യാണം അടുത്ത മാസം നിശ്ചയിച്ചിട്ടാണ് നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് വന്നേക്കണത്. ഓനിക്ക് ഭാര്യനോട് എങ്ങനെ പെരുമാറേണ്ടത് എന്നുള്ളത് ഇനി പ്രത്യേക ക്ലാസ് കൊടുക്കണോ? വേണ്ട. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇങ്ങനൊരു മാതൃകാ കുടുംബം, മാതൃകാ ജീവിതം നമ്മളിൽ നിന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലോ കുടുംബത്തിലോ വീട്ടിലോ ഉണ്ടാവില്ല. ഓറിയൻ്റലിസ്റ്റുകാർ എത്ര നൂറ്റാണ്ടുകളായി പരതുന്നു. ബാങ്കൊടുക്കുണ്ടോ?
എന്നാലും ബാങ്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീണ്ട ജീവിതകാലത്തെ വിമർശിക്കാൻ വേണ്ടി ഓറിയൻ്റലിസ്റ്റുകാർ നൂറ്റാണ്ടുകളായി പരതാൻ തുടങ്ങിയിട്ട് അവർക്കാർക്കും അവിടുത്തെ കുടുംബജീവിതത്തിൽ, വൈയക്തിക ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഒരു പരാതി പോലും, ഒരു മിസ്റ്റേക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലൈഫിൻ്റെ സൗന്ദര്യം. ഭാര്യമാരോട് ദേഷ്യപ്പെടാറില്ല, മക്കളെ അടിക്കാറില്ല, പ്രയാസപ്പെടുത്താറില്ല. എന്തിനധികം ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിച്ചപ്പോൾ നബി തങ്ങളുടെ മുമ്പിൽ നിന്നാണോ ഈ ശബ്ദം ഉയർത്തുന്നത് എന്ന അർത്ഥത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അടിക്കാൻ വേണ്ടി പോയി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തടഞ്ഞു. വേണ്ട 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 അടിക്കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോയപ്പോൾ ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാനുള്ളതുകൊണ്ടാണ് അടി കിട്ടാതിരുന്നത് ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന്. കണ്ടോ, ഞാനായിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അടുത്ത് നിങ്ങൾക്ക് അടി കിട്ടിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷിച്ചത് ഞാനാണല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ തങ്ങൾ ഉപയോഗിച്ച പ്രയോഗം വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണ്. ആയിഷ ബീവിയോടെങ്ങാനും ഞാനുള്ളതുകൊണ്ടാണ് ആ മനുഷ്യനെ അടിക്കാതിരുന്നത് എന്ന് പറയുന്നതിന് പകരം ഞാനാണ് എൻ്റെ ഉപ്പ അടിക്കുമ്പോൾ തടഞ്ഞത് എന്ന് എൻ്റെ ഉപ്പ എന്ന് പറയണമെങ്കിൽ പുതിയാപ്പിള അമ്മോശനെ കുറ്റം പറയലായി പോകും. അത് ശരിക്കും ആയിഷ ബീവിനെ വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ആ മനുഷ്യൻ എന്ന പ്രയോഗം നടത്തി തങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് കിതാബുകളിൽ കാണാം. അത്രയും ഒരു വാക്ക് കൊണ്ട് പോലും ഭാര്യയെ വേദനിപ്പിക്കാത്ത, മക്കളെ വേദനിപ്പിക്കാത്ത ഒരു കുടുംബനാഥനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും കടമകൾ നിർവഹിക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുന്ന ഒരു സമൂഹമാണ് നമ്മളിൽ പലരും ആയിത്തീരുന്നത്. സ്വന്തമായി നോക്കുമ്പോൾ കുറേ സ്വലാത്തുണ്ട്, കൊല്ലം ഉംറക്ക് പോകുന്നു, റബീഉൽ അവ്വലിൽ ഉംറക്ക് പോയിട്ടില്ലെങ്കിൽ സമാധാനമില്ല, ഭയങ്കര സംഭവമാണ് നമ്മൾ. ബട്ട് സംഘടനാ പ്രവർത്തനത്തിന് കുറവില്ല, സാന്ത്വന പ്രവർത്തനത്തിന് കുറവില്ല. പക്ഷെ കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ, നിർബന്ധ കാര്യങ്ങൾ ഒഴിവാക്കി സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അലാമത്തു ഇത്തിബാഇൽ ഹവ എന്നാണ് ഇബ്നു അത്താദ് തങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അയാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്. അയാൾക്ക് തോന്നുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ അയാൾ ചെയ്യുക. അയാൾ മതം അനുസരിച്ചിട്ടല്ല, അയാൾക്ക് തോന്നുന്നത് ചെയ്യുക. ഫർള് നിസ്കാരം ഖളാക്കി സിയാറത്തിന് പോകുന്നവരുണ്ട്, കുറേ ചൊല്ലിത്തീർക്കലാണ്, കുറേ സിയാറത്ത് ചെയ്യലാണ്. ഇസ്ലാം എന്ന് വിചാരിച്ച മനുഷ്യന്മാർ കൂട്ടുകാരെ പഴച്ചു. നമ്മൾ വാജിബ് ഒന്നുപോലും, വിശേഷിച്ച് ഫർളൈനായ ഒരു കാര്യം നമ്മൾ ഒഴിവായിക്കൂടാ. ഹുക്കൂക്കുകൾ, കടപ്പാടുകൾ നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അതാണല്ലോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്ന് എനിക്ക് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ഈസാ നബി ചോദിച്ചു, നിനക്കെന്താ ജോലി? ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് നടക്കലാണ്. അങ്ങനെയുണ്ട് ചില ആൾ. ഭാര്യക്കും മക്കൾക്കും ഒന്നും ചിലവിനൊന്നും കൊടുക്കൂല, മക്കളെ മര്യാദയ്ക്ക് നോക്കൂല, കുട്ടികളെ ഫീസ് കുറേ പെൻഡിങ്ങിലായിരിക്കും. എന്നിട്ട് ഇയാൾ അജ്മീർ, നാഗൂർ, മുത്തുപ്പട്ട. വെരി ഗുഡ്. അമ്മൽ മൊഴിയിൽ ഫലാ യജൂസു ഖുഊദുഹു
അൻ മക്സബിൽ ഇയാലിഹി മുതവക്കില, നിർബന്ധം നിർവഹിക്കാതെ കുടുംബത്തെ നോക്കാതെ തവക്കുല് എന്ന് പറയണമെന്നും ഫലാ യജൂസു, അത് ഇസ്ലാമിൽ പറ്റൂല. മഖ്ദൂമങ്ങൾ പഠിപ്പിച്ച ആശയമാണ് അത്, ഇസ്ലാമിൻ്റെ ഒരു ആശയമാണ്. അപ്പം നീ ഇങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് നടക്കുമ്പോൾ ഫുഡ് എങ്ങനെ കഴിക്കല്? അത് എൻ്റെ സഹോദരൻ, അനുജനോ ജ്യേഷ്ഠനോ ആയ സഹോദരൻ ജോലിക്ക് പോകുന്നുണ്ട്, മൂപ്പര് തരുന്ന പോക്കറ്റ് മണി കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അന്നേരം ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞതെന്നറിയോ? വഹു അഅബദു മിങ്ക, അയാളാണ് അള്ളാഹ്ക്ക് നല്ല ഇബാദത്ത് എടുക്കുന്ന മനുഷ്യൻ, അയാളെ ഇബാദത്താണ് നിന്നെക്കാൾ ടോപ്പ് എന്ന്. അതാണ് കടപ്പാടുകൾ നിർവഹിക്കാതെ പോകുന്ന ഒരു ടീമായി നമ്മൾ മാറരുത്. അങ്ങനെ എത്ര പേരെന്നറിയ നിങ്ങൾ കണ്ടിനോ? സ്റ്റാഫിന് മര്യാദയ്ക്ക് സാലറി കൊടുക്കൂല. സർവ പ്രവാസി സംഗമത്തിനും ഉണ്ടാവും അയാൾ സജീവമായിട്ട് ഉണ്ടാകും. സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ട ആ ക്യാഷ് കൊണ്ട് പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇയാൾ എന്ത് സുന്നത്തമ്മത്ത് എന്നാ പറയണത്? മുതലാളിയെ പറ്റിക്കുന്ന തൊഴിലാളി സ്വർഗത്തേക്ക് പോകും? തൊഴിലാളിയെ വിഷമിപ്പിച്ച മുതലാളി സ്വർഗത്ത് കിട്ടുന്ന ആളാവോ? ഇല്ല ഇല്ല ഇല്ല. ഹുക്കൂക്കുകൾ, കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കണം. നമ്മൾ നമ്മുടെ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ സാലറി കൊടുത്തിരിക്കണം കറക്റ്റ് ഡേറ്റിൽ, ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. അതുകൊണ്ടാണ് കുടുംബത്തിൽ തന്നെ പാവപ്പെട്ടവരുണ്ടായി, ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാതെ, അവരെ സഹായിക്കാതെ സംഭാവനകൾ ചെയ്യുന്ന ആൾക്കാരുടെ സംഭാവനകൾ സൂഫിയാക്കൾ സ്വീകരിക്കാറില്ല എന്ന് ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അവിടുത്തെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ എഴുതി വെച്ചത്. കാരണം അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ സുന്നത്ത് അതാണ് ചെയ്യുന്നത്. നാട്ടുകാരെടുത്ത് വലിയ സംഭവാവലല്ല നമ്മൾ ചെയ്യേണ്ടത്. കടമകൾ കൃത്യമായിട്ട് നിർവഹിക്കണം. ആമുഖം അവസാനിപ്പിച്ച് ഞാൻ പൊതുവിൽ ഇങ്ങനെ ആമുഖം നീട്ടി പറയാറില്ല. പിന്നെ എന്തിനാന്ന് പറഞ്ഞാൽ ശേഷം വരുന്ന കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടാനാണ്. ഇന്ന് പറയുന്ന പ്രധാന ടോപ്പിക്ക്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ വിവിധങ്ങളായ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും. അവിടെ നമ്മൾ നിർവഹിക്കേണ്ട 14 കടമകൾ ഹദീസിൽ വന്നതിനെ വിശദീകരിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഫത്ഹുൽ ബാരിയിൽ ഓർഡറായിട്ട് പറയുന്നുണ്ട്. 14 പറഞ്ഞു പൂർത്തിയാക്കൽ ഒരു പക്ഷെ പോസിബിൾ ആവില്ല, എന്നാലും നമുക്ക് എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ എന്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്? ഏതാണ് ഈ 14 കാര്യങ്ങൾ? വഴിയോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കാണെങ്കിലും കാൽനടയായിട്ടാണെങ്കിലും ബസ്സാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും വഴിയോട് കുറേ കടപ്പാടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്തടത്ത് പാർക്ക് ചെയ്യാൻ പറ്റൂല. കാരണം അത് നോ പാർക്കിംഗ് എന്ന ബോർഡ് കണ്ടുകൊണ്ട് മാത്രമല്ല, അയാൾക്കറിയാം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ശേഷം വരുന്ന ആൾക്കാർക്കൊക്കെ പാർക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാകും. നേരത്തെ വന്ന ആൾക്ക് ഇടയിൽ പോകണമെന്ന് കരുതിയാൽ അവർക്കും പ്രയാസമാവും. അർത്ഥത്തിൽ അയാൾ അവിടെ പാർക്ക് ചെയ്യൂല. അതാ സൈൻ ബോർഡ് കണ്ടോണ്ടല്ല, അയാൾ മദീനനെ സ്നേഹിക്കുന്ന ആളാണ്. അയാൾ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നത് ജീവിതത്തിൽ പ്രാക്ടിക്കലി കൊണ്ടുവരുന്ന ആളാണ്. അതാണ് അഅ്തുത്വരീക ഹഖഹു, വഴിയോടുള്ള കടപ്പാട് നിർവഹിക്കണം എന്ന ഹദീസിന്റെ ഒരു താല്പര്യം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോഴല്ലേ ഒരാളുടെ മഹബത്താവുക അല്ലേ? അതാണ് കൊല്ലിൻ കുന്തും തുഹിബ്ബുനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കുറേ അല്ലേ പറയുന്നല്ലേ? അത് ശരിയാണോ എന്ന് നോക്കാൻ ഒന്ന് സ്കാൻ ചെയ്താലോ? ഫത്തബിഊനി, നബി തങ്ങൾ എങ്ങനെ ജീവിക്കാനാണോ പറഞ്ഞത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരാളുടെ അള്ളാഹുവിനോടുള്ള മഹബത്തായി തീരുന്നത്. അതാണ് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ കാമ്പും കാതലുമായ കാര്യം. അതാണ്
ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുണ്ട്, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട്. ഇതെങ്ങനെ മനസ്സിലായാൽ അയാൾ എത്രത്തോളം തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, തങ്ങൾ പറയുന്നത് ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പാർട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വഴിയോട് നീ കടപ്പാട് നിർവഹിക്കണം. അപ്പം മനുഷ്യന്മാരുടെ ചെവി പൊട്ടിക്കുന്ന ഹോൺ അടിച്ചിട്ട് ഒരുത്തൻ ഇങ്ങനെ പോയി ബൈക്കിൽ അല്ലെങ്കിൽ ജീപ്പിൽ പോയി, അപ്പം തന്നെ മനസ്സിലാവും അയാൾ മദീന സ്നേഹിക്കുന്ന ഒരാളല്ല പോയത്, ഓന് ഇൻസ്റ്റാ ടീമായിട്ട് അങ്ങോട്ട് പോയതെന്ന് മനസ്സിലാവും. അത് അയാൾ അങ്ങനെയാണോ പോയതെന്ന് ആധാർ കാർഡ് നോക്കുമെന്നും വേണ്ട, ആ പോക്കിൽ തന്നെ മനസ്സിലാവും. ആ ബുള്ളറ്റിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓനേതാ ടീം. ബൈക്കിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യൻ പോകുന്നുണ്ടെങ്കിൽ ഓ മദീന കൾച്ചറല്ല, ഓൻ വേറെ ഏതോ ജഗബോഗ ടീമാണ്, ഓ മദീന കൾച്ചറല്ല. കാരണം എന്തുകൊണ്ട്? വഴിയോട് കടപ്പാടുണ്ട്, അത് നിർവഹിക്കണ്ടേ. റബീഉൽ അവ്വലിന് ഡെക്കറേഷൻ ബൾബ് കത്തിക്കൽ മാത്രം മതിയാ നമ്മളെ ലൈഫിൽ? മതിയാ? അതുപോരല്ലോ, അതുപോലെ ഈ പറയുന്നതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പാർക്ക് ചെയ്യുന്നത്, വണ്ടി ഏത് വേഗതയിൽ വിടണം, ഇത് ട്രാഫിക് പോലീസ് ഉള്ളതുകൊണ്ടോ CCTV ഉള്ളതുകൊണ്ടല്ല കേട്ടോ. അയാൾ ടോട്ടലി മദീന കൾച്ചേർഡാണ്, അയാളെ ടോട്ടലി കൺട്രോൾ ചെയ്യണത് മദീനയാണ്. സോ അയാളുടെ ലൈഫിന് ഭയങ്കര സോഫ്റ്റ്നെസ് ആയിരിക്കും, വഴിയോട് കടപ്പാട് നിർവഹിക്കുന്ന ആളായിരിക്കും. അപ്പൊ വഴിയിൽ ആരും കാണാതെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വീട്ടിലെ കുട്ടികളുടെ പമ്പേഴ്സ് അടക്കമുള്ള വേസ്റ്റ് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കോ? ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരല്ലേ ഇത്ര നേരം പറയണത്. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ട്? ഭയങ്കരമാണല്ലോ. അത് CCTV ഉള്ളതുകൊണ്ടാ? അല്ല. പോലീസ് നിരീക്ഷിക്കുന്നുണ്ടാണോ? അല്ല. ഇവിടെ വേസ്റ്റ് പലരും പാതിരാത്രി വന്നിട്ട് ഇടുന്നുണ്ട്, ഇവിടുത്തെ യുവാക്കൾ നിങ്ങളെ വെറുതെ വിടൂല എന്നുള്ള ഭീഷണി മേടിച്ചിട്ടാണോ? അതുമല്ല. പിന്നെ അയാൾ ഒറിജിനൽ മുസ്ലിം ആയതുകൊണ്ട് ഇനി ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഈ ചോദ്യം പല രൂപത്തിൽ വരും, ഉത്തരം നിങ്ങളെല്ലാം പഠിച്ചു വെക്കുക, ഒറിജിനൽ മുസ്ലിം ആയതുകൊണ്ട്. അപ്പൊ അയാൾ കൈ തുടച്ചിരിക്കുന്ന ടിഷ്യൂ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് അയാൾക്കറിയാം. അയാൾ അലക്ഷ്യമായി ഒന്നും എറിയൂല. അയാൾ ടോട്ടലി ഒരു മദീന കൾച്ചർ ഉള്ള മോനായിരിക്കും, മോളായിരിക്കും. എത്ര വിശാലമാണ് ഇസ്ലാം. വഴിയോടുള്ള കടപ്പാട് കൃത്യമായി നിർവഹിക്കണം. എന്താണ് വഴിയോടുള്ള കടപ്പാടുകൾ? ഇതെന്തായാലും നമ്മൾ പഠിച്ചു വെക്കേണ്ട 14 കാര്യങ്ങളാണ് ഹദീസുകളിൽ ഉള്ളതായി ഫതുഹുൽ ബാരി വിശദീകരിക്കുന്നത്. ഒന്ന് ഗള്ളുൽ ബസ്വർ. വീട്ടിൽ നിന്നിറങ്ങി എവിടെയാണോ പോണത്, എനിവേർ എവിടെയാണെങ്കിലും തിരിച്ചു വരുന്നവരെ ഒരു ഹറാമും കാണൂലെന്ന് സ്ട്രോങ് തീരുമാനം എടുക്കുക. ഒരു ഹറാമും കാണൂല. അപ്പൊ ഒരു പെണ്ണാണെങ്കിൽ വേറൊരാൾക്ക് ഹറാമ് കാണും വിധത്തിൽ എൻ്റെ ശരീരം പ്രദർശിപ്പിക്കൂല എന്നുകൂടി അതിനോട് ആഡ് ചെയ്യണം. ഹിജാബ് ഇട്ടാൽ പുറത്തിറങ്ങാം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? നമ്മുടെ മതത്തിൽ നിയമമില്ല. പിന്നെ പുറത്തിറങ്ങൽ നിർബന്ധമാകുന്ന സാഹചര്യത്തിലൊക്കെ ഹിജാബ് ഇടണം എന്നാണ് നിയമം. അല്ലാണ്ട് പുതിയ ഹിജാബ് വാങ്ങി അതുകൊണ്ട് പുറത്തിറങ്ങണം എന്നല്ല നിയമം. ഒന്ന് തല കുലുക്കിയിട്ട് ആലോചിച്ചാൽ ആ മസാല പെട്ടെന്ന് കിട്ടും. ഒന്ന് കുലിക്കാൻ മതി, ഇതെന്താ ഉസ്താദ് പറഞ്ഞത്. പിന്നെ ഇടയിൽ പറയാനുള്ളത്, സഖാഫിൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞ നിയമമല്ല ഹിജാബ്. മുസ്ലിമത്താണെങ്കിൽ ആ പെണ്ണ് ഹിജാബ് ധരിച്ചിരിക്കണം. നമ്മുടെ രാജ്യം സെക്കുലർ മതേതര രാജ്യമാണ് എന്ന് പറയാണ്. എന്നിട്ട് മതേതരത്വം പഠിക്കേണ്ട കലാലയത്തിൽ നിന്ന് ഹിജാബ് ഇടാൻ പാടില്ല എന്ന് പഠിക്കണമെങ്കിൽ ഈ കുട്ടി കിടന്ന് ഇത് പഠിക്കേണ്ട. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൾച്ചറൽ കോൺഫ്ലിക്റ്റാണ്. പഠിക്കുന്ന കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആരെയും ആ കുട്ടി കാണുന്നില്ല എന്നുള്ളതാണ്. മദർസയിൽ നിന്ന് കുട്ടി പഠിക്കുകയാണ് കാന യക്റഹുൽ ഖസഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുടി കുറച്ച് മുറിച്ചിട്ട് കുറച്ച് ബാക്കി വെക്കുന്നതിനെ ഇഷ്ടപ്പെടാത്ത ആളാണ്, വെറുത്ത ആളാണ്. അങ്ങനെ പാടില്ല അല്ലേ എന്ന് വിചാരിച്ച് ആ കുട്ടി പഠിച്ച് ബൈഹേട്ട് ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യൂല എന്ന് തീരുമാനിച്ച് നല്ല തീരുമാനത്തിലേക്ക് എത്തി. ആ 9ാം ക്ലാസ്സിലെ മോന് മദ്രസയിൽ നിന്ന് വിട്ടിട്ട് വീട്ടിലെത്തുമ്പോൾ ഇക്കാക്കൻ്റെ
മുടി അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞതാ ശരി, ഇക്കാക്കൻ്റെ ലൈഫാണോ ശരി? കണ്ട ഫാത്തി വലുതായിനെ, ഐഷു വലുതായിനെ കേട്ടോ. ശരീരം ഫുൾ മറച്ചിട്ടേ ഇനി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഫാത്തിമ ബീവിയൊക്കെ വഫാത്തിൻ്റെ തലേന്ന് തന്നെ ആദ്യ വസിയത്ത് ചെയ്തിരുന്നു, നാളെ എന്നെ കബറടക്കിയാൽ രാത്രി കബറടക്കിയാൽ മതി എന്ന ചരിത്രം മദ്രസയിൽ നിന്ന് പഠിച്ചൊരു കുട്ടി ശരിയാണല്ലേ എന്ന് ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മത്സ്യവില്പന നടത്തുന്ന ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന പണിക്കാരനോട് ഉമ്മ എന്തെല്ലാം അറിയാമെല്ലാം കണ്ടിട്ട്. അപ്പം ഈ കുട്ടി വിചാരിക്കൂ എന്തിപ്പോൾ ശരി, ഏതാ ശരി? ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം, കൾച്ചറൽ കോൺഫ്ലിക്റ്റാണ്. സ്കൂളിൽ നിന്ന് സാറ് പറയാണ് സ്ക്രീൻ അഡിക്ഷൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഞാനില്ല. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് ജ്യേഷ്ഠൻ റൂമിൽ നിന്ന് എന്താക്കും നോക്കുകയാണെങ്കിൽ ഫോണ്. അനുജനെങ്ങാനും നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജ്യേഷ്ഠന്മാരുടെ അടുത്തേക്ക് വന്നാൽ അനുജനോട് കണ്ടാ മൃഗമായിരിക്കും കേട്ടോ. എന്താടാ ഇത് പോളോ എന്തെന്നാണ് ഈ പറയേണ്ടത്? ഈ കുട്ടികൾ എവിടുന്ന നല്ല കൾച്ചർ പഠിക്കേണ്ടത്? സംഭവം അക്ഷരങ്ങൾ കൊണ്ട് ജീവിതം പിടിക്കോ? കൾച്ചറൽ കോൺഫ്ലിക്റ്റാണ് കുട്ടികൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പാരൻറ്റിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏരിയ അതാണ്. നല്ലത് പഠിക്കാനുള്ള വ്യക്തികൾ കുട്ടികൾക്കില്ലാതെ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ തന്നെ ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മളെ കുട്ടികൾ നമ്മളെ കൂടുതൽ സമയം കാണുന്നത് ഖുർആൻ ഓതുന്നതായിട്ടോ വല്ല പുസ്തകം കിതാബ് വായിക്കുന്നതായിട്ടാണോ അല്ല ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണോ? നിങ്ങൾ ഉത്തരം പറയണ്ട, കാരണം പ്രസംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ബന്ധം തെറ്റാണ്ട് 1 മണിക്കൂർ മുന്നോട്ട് പോകേണ്ടതാണ്. സോ ഉത്തരം പറയണ്ട. നിങ്ങൾ താഴേക്ക് നോക്കിയിട്ട് ചെരുപ്പ് കാണുന്നില്ലല്ലോ കുറേ സമയമല്ല അങ്ങനെ നോക്കിയാൽ മതി. കാരണം നമ്മൾ അവിടെ തോറ്റുപോകുന്ന ഉത്തരമാണുള്ളത്. പിന്നെ ഈ കുട്ടികൾ നമ്മൾ കുറേ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. വഴിയോടുള്ള കടപ്പാടിൽ ഒന്നാമത്തത് ഗദ്ദുൽ ബസ്വർ, കണ്ണ് ചിമ്മുക എന്നുള്ളത്. ഹറാമുകൾ കാണാത്ത യാത്രകളാണ് നമ്മുടെ യാത്രയാവേണ്ടത്. ഈ അടുത്തൊരാൾ പറഞ്ഞു ഞാൻ ട്രെയിനിൽ കയറി വേഗം ഉറങ്ങലാണ്. അതെ, വീട്ടിൽ നിന്ന് ഉറങ്ങില്ലേ? അല്ല വല്ല ഹറാമും കണ്ടുകൊണ്ടാന്ന് കരുതി വേഗം അങ്ങോട്ട് ഉറങ്ങലാണ് അയാൾ പറഞ്ഞത്. അപ്പം അയാൾക്ക് ആ ഉറക്കി ഭാഗത്താവും കേട്ടോ. അതിന് വേറെ തെളിവുകളൊന്നും ഓതാൻ നേരമില്ലാത്തതുകൊണ്ടാണ് അയാൾക്ക് ആ ഉറക്കി ഭാഗത്താവും. നൗമുല്ലാലിം ഇബാദത്തിനും കുറേ അർത്ഥങ്ങളുണ്ട്. ഞാൻ വേഗം ഉറങ്ങല്ലോ സാർ, വേറൊന്നും കാണണ്ട എന്ന് കരുതിയിട്ട്. കണ്ണിനെ ഹറാമിൽ നിന്ന് സംരക്ഷിച്ചാൽ അയാളുടെ ഖൽബ് വേഗം നന്നാവും അത്രേ. അയാളുടെ ഖൽബും മറ്റു അവയവങ്ങളും അള്ളാഹു പ്രകാശിപ്പിക്കും. അങ്ങനെ ഖൽബ് പ്രകാശിച്ച് ഹൃദയം പ്രകാശിച്ച ഒരാളുടെ നാവിൽ നിന്ന് ഒരു കാര്യം വന്നാൽ അത് പുലരുകയും ചെയ്യും. ആ രോഗം വേണ്ടെന്ന് ഒരു പറഞ്ഞാൽ വേണ്ട, ഓപ്പറേഷൻ എന്തോ ഓപ്പറേഷൻ വേണ്ട. ആ നാവിന് അത്രമേൽ അസറുണ്ടാവും. കാരണം ആ കണ്ണായിരിക്കും. അതാണ് കാരണം. ലോകത്തൊരു മനുഷ്യന് നന്നാവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കണ്ണ് ഹറാമിൽ നിന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ണ് ഹറാമിൽ നിന്ന് ക്ലോസ് ചെയ്യാത്ത കാലത്തോളം അയാൾ എത്ര കുത്തി പറഞ്ഞാലും ശരിയാവില്ല, നന്നാവില്ല, റെഡിയാവില്ല. അയാൾക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ കഴിയില്ല. ഒരു മനുഷ്യനെ അള്ളാഹു പ്രകാശിപ്പിക്കണമെങ്കിൽ അയാളുടെ കണ്ണാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്. പ്രകാശത്തെക്കുറിച്ച് പറയുന്ന, പ്രകാശിപ്പിക്കലിൻ്റെ വിവിധ ഏരിയകളെ കുറിച്ച് പറയുന്ന സൂറത്തു നൂറുണ്ട് ഖുർആനിൽ. അതിൽ അള്ളാഹു പറയുന്നുണ്ട് എന്ത്? ഖുല്ലിൽ മുഅ്മിനീന യഗ്ളു മിൻ അബ്സാരിഹിം. നബിയെ തങ്ങൾ പറയൂ ഉമ്മത്തിനോട് ഹറാമ് കാണില്ലേ. അള്ളാഹ് പറയാൻ പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഇനി ഏത് വയല് കേട്ടിട്ട് നമ്മൾ നന്നാവുക? ഇനി ആരാ അതിൻ്റെ മേലെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടത്? ആ ആയത്തിന്റെ തൊട്ടുശേഷമാണ് അള്ളാഹു പറയണത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. ആകാശ ലോകങ്ങളെ, ഭൂമിയെ, അതിലുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവനാണ് അല്ലാഹ്. എന്തിനാ ഈ ആയത്ത് ഒന്നിച്ചു പറഞ്ഞത്? ഖുല്ലിൽ മുഅ്മിനീന യഗ്ളു മിൻ അബ്സാരിഹിം. ഹറാമ് കാണാത്ത കണ്ണിൻ്റെ ഉടമകളാവാൻ മുഅ്മിനീങ്ങളോട് തങ്ങൾ പറയൂ നബിയേ.
അങ്ങനെ ഒരാൾ കണ്ണ് ഹറാമിൽ നിന്ന് സംരക്ഷിച്ചാൽ അല്ലാഹു നൂറു സമാവാതി, ഞാൻ അവരുടെ ഖൽബും അവരുടെ അവയവങ്ങളും പ്രകാശിപ്പിക്കും. അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് ഈ രണ്ടായത്ത് ഒന്നിച്ച് പറയാനുള്ള കാരണമെന്ന് വ്യാഖ്യാതാക്കൾ എഴുതി വെക്കുന്നുണ്ട്. കണ്ണിനെ ഹറാമിൽ നിന്ന് സംരക്ഷിച്ചാൽ അയാൾക്ക് ആദ്യം അള്ളാഹു കൊടുക്കുന്നത് അയാൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തിലും ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ള ടേസ്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല, സ്വർഗത്തിൻ്റെ ഫ്രൂട്ട്സുകൾ അതിനെക്കുറിച്ച് വിശേഷണമാണ് ആ ആയത്തിൽ പറയണത്. അതിൻ്റെ കുലകൾ ഇങ്ങനെ താണു വരുന്നു. അപ്പോൾ മഹാനവറുകൾ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന പോലെ, പിന്നെ ബേക്കോട്ടേക്ക് തന്നെ വന്നു. 3 അനക്കങ്ങളൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ വെച്ച് ഉസ്താദ് നിസ്കാരത്തിൽ കുറച്ച് മുന്നോട്ട് പോകുന്ന പോലെ നമ്മൾ കണ്ട പോലെ ഉള്ള തന്നെയാ ഉണ്ടതിനോ? ആ ഉസ്താദെ, അത് ഞാൻ സ്വർഗത്തിലെ മുന്തിരിക്കുലകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഇങ്ങനെ എനിക്ക് ഇറക്കി തന്നതാ. അവൻ ഞാനത് തിന്നാന്ന് കരുതി. പിന്നെ പോയപ്പോൾ ഞാൻ കരുതി ഏതായാലും സ്വർഗത്തിൽ പോകണ്ടല്ലേ, പിന്നെ വെറുതെ ഇടുന്നേ തിന്നിട്ട് എന്തിനാ ഞാൻ വേക്കോട്ടെ. മലക്കളെ കുറിച്ചല്ല, മനുഷ്യനെ കുറിച്ചായി പറയണത്. എങ്ങനെ ഇവർക്ക് ഈ ഇബാദത്തിൽ ടേസ്റ്റ് കിട്ടിയത്? ഒരു മഹാൻ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അല്ല റബ്ബേ, നീ എന്ത് ഈ ഖുർആനിൽ ചെറിയ ചെറിയ സൂറത്ത് ഇറക്കിയത്? ആകെ വലുതുള്ളത് അൽബക്കറ, ആലി ഇമ്രാൻ, അതിൽ 2-2.5 മണിക്കൂർ കൊണ്ട് ഓതിത്തീരുന്നുണ്ടല്ലോ. ഒരു വലിയ സൂറത്ത് ഇറക്കിക്കൂടെ റബ്ബേ? ഒരു ദിവസമൊക്കെ ഫുൾ ഓതാൻ പറ്റുന്നേ? ഇത് ഓതി ഇങ്ങനെ രസം പിടിച്ച് നോക്കുമ്പോൾ അത് തീർന്നിട്ടുണ്ടാവും. ഒരു വലിയ സൂറത്ത് ഇറക്കിക്കൂടെ? ആ മഹാന്റെ രസം കണ്ടങ്ങൾ. എങ്ങനെ ഈ രസം കിട്ടുന്നത്? മൻ ഖല്ല ബസറഹു, ആരെങ്കിലും കണ്ണിനെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഔറസഹുല്ലാഹു ഫി ഖൽബിഹി ഹലാവത ഇബാദത്തിൻ, ചെയ്യുന്ന ഇബാദത്തിൽ അല്ലാഹ് ടേസ്റ്റ് കൊടുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അതിൻ്റെ കാരണം. ഒരു മഹാന്റെ അടുത്ത് അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് വെച്ച് റൂഹ് പിടിക്കട്ടെ, പെർമിഷൻ ചോദിച്ചിട്ട് പിടിച്ചാൽ മതി എന്ന് അല്ലാഹ് പറഞ്ഞതിന് അസ്രായിലിനോട് ഈ മഹാൻ ചോദ്യം, അസ്രായിൽ വേ പിടിച്ചു പോയട്ടെ, 40 കൊല്ലം ഞാൻ ഇന്നെ കാത്തുക്കണം, വേ പിടിച്ചു പോട്. കണ്ടോ കണ്ടങ്ങൾ കണ്ടോ? മനുഷ്യന്മാരുടെ കഥകൾ, നല്ല മനുഷ്യന്മാരുടെ കഥകൾ. അവർ ഒന്നാണ് ചെയ്തത്. അവർ ചെയ്തത് മൻ ഖല്ല ബസറഹു, അവരുടെ കണ്ണിനെ ക്ലോസ് ചെയ്തു. ഇന്നത്തെ പ്രഭാഷണം ആർക്കെങ്കിലും സ്റ്റാറ്റസ് ആക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് അല്ല നിങ്ങൾ സ്റ്റാറ്റസ് ആക്കേണ്ടത്. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ആറ്റിക്കുറിച്ചിട്ടുള്ള ഒരു ആശയം, ക്ലോസ് യുവർ ഐസ്, കണ്ണ് പൂട്ടു, അത് സ്റ്റാറ്റസ് ആക്കി കളി. ജീവിതത്തിൻ്റെ വാട്സപ്പിൻ്റെ അല്ലേ, ക്ലോസ് യുവർ ഐസ്. മോനെ, നീ കണ്ണ് പൂട്ടു, നിനക്ക് വിജയിക്കാൻ വേറെ ഇനി ഒന്നും വേണ്ട. കിതാബുകൾ അതിനെ വിശദീകരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഹറാമ് കണ്ടാൽ നിനക്കൊരു ടേസ്റ്റ് കിട്ടൂലേ? ഉദാഹരണത്തിന് മഹാസിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ഹറാമായൊരു വീഡിയോ, അല്ലെങ്കിൽ വല്ല വീഡിയോ കോൾ. ഹറാമ് കണ്ടാൽ നിനക്കൊരു ടേസ്റ്റ് കിട്ടൂലേ? പിശാച് തരുന്ന ഒരു രസം ഉണ്ടാവില്ലേ? അതെ, ആ രസത്തിനേക്കാൾ 10 മടങ്ങ് ടേസ്റ്റ് കിട്ടും നീ ഹറാമ് കാണാത്ത ജീവിതം നയിച്ചാൽ. ഭയങ്കര രസമായിരിക്കും. ആ രസം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമായിരിക്കും. അതാണ് ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത ടേസ്റ്റ്. അതാണ് ഔലിയാക്കൾ കൊടുത്ത ടേസ്റ്റ്. അവർക്കതാണ് പറയണത്. അവരഥവാ അവർ ആഖിറത്തിലെത്തിയാൽ അവരോട് സ്വർഗം കാണിച്ചിട്ട് മലക്കൾ പറയും, വനഹലുൻ, ഈന്തപ്പന മരം, റുമ്മാൻ. റുമ്മാൻ എന്ത്? റുമ്മാൻ എന്ത്? ഈന്തപ്പന മരം. ഓ, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലല്ലേ? വെജ് എന്ത് വെജ്? ഹോറുല്ലീൻ. എന്ത് ഹോറുല്ലീൻ? പെണ്ണ്. എന്ത് പെണ്ണ്? അപ്പം നിങ്ങൾക്ക് ഈ സ്വർഗത്തിലൊന്നും വേണ്ടേ? എന്ത് സ്വർഗം? അപ്പം അവരോട് മലക്കളി ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയിനല്ല, എൻ്റെ അല്ല എടുത്തോ. 40 കൊല്ലം ഇശായിൻ്റെ വുളുകൊണ്ട് സുബീസ്കരിച്ചത്, രാത്രി ഉറക്കൊഴിഞ്ഞത്, 80 കൊല്ലം നോമ്പെടുത്തത്, പെണ്ണുങ്ങളെ കിട്ടാനാ, ഊറിലീത് കിട്ടാനാ? എത്താണ് ചോദിക്കണത്? എൻ്റെ അല്ല എടുത്തോ, എൻ്റെ മുത്തുനബി എടുത്തോ. അവരെ കാണാനല്ലേ ഞാൻ ഈ പണിയെല്ലാം എടുത്തത്. പിന്നെ നമ്മളെപ്പോലത്തെ സാധാ മനുഷ്യന്മാരോട് പറയാനാണ് ഖുർആൻ എന്ത് പറയണത്? ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അത് നമ്മളോടാണത്. വനഹലുൻ, ഈന്തപ്പന മരം, റുമ്മാനുണ്ട്, ഒക്കെ നമ്മളോടാണത്. ഹുർലീനുണ്ട് എന്നൊക്കെ പറയണത്. ഔലിയാക്കൾക്ക് എന്ത്? ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന തൊല്ലഖുദ്ദുന്യ വഹാഫുൽ ഫീത്തന. അവർക്ക് ദുനിയാവിലെ രസം തന്നെ വേണ്ട. അതിൻ്റെ ചെയർമാനാണ് സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം.